നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളം അറബിക്കടൽ പോലെ ഇരച്ചു വന്നാലും നിലപാടിൽ നിന്ന് മാറ്റമില്ല. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കാര്യത്തിൽ എന്റെ ബോധ്യത്തിൽ നിന്നെടുത്ത തീരുമാനമാണ്. അതിൽ നിന്ന് ഒരിഞ്ച് പിന്നോട്ടേക്ക് പോകില്ല. രാഹുലിന്റെ വിഷയത്തിൽ എല്ലായ്പ്പോഴും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ സ്വരത്തിൽ ഇത്ര കടുപ്പമില്ല. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അങ്ങ് ചവിട്ടി പുറത്തിടുന്നു എന്നുള്ള ആ ഒരു കടുംപിടുത്തവും അഡമന്റ് തീരുമാനങ്ങളും സംസാരവും ഇപ്പോൾ പ്രതിപക്ഷ നേതാവിൽ കാണുന്നില്ല. എന്തു പറ്റി എന്നുള്ളതാണ് ഒരു ചോദ്യം. അതായത് രാഹുലിനെ വീണ്ടും ചേർത്ത് നിർത്താനുള്ള ഒരു നീക്കം പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ടോ എന്നുള്ള ഒരു സംശയമാണ് CPM-ൽ ഉടലെടുത്തിരിക്കുന്നത്. AKG സെന്ററിൽ അതിനെക്കുറിച്ചുള്ള ചർച്ചകളും തുടങ്ങി. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണ്. അയാൾക്കെതിരെ ഭരണകൂടത്തിന് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം, നിയമസഭ കമ്മിറ്റിക്ക് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം എന്നുള്ളതായിരുന്നു വി.ഡി. സതീശൻ ഇതുവരെ പറഞ്ഞിരുന്നത്. എന്നാൽ ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കാര്യത്തിൽ വി.ഡി. സതീശൻ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. രാഹുലിനെ MLA സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കേണ്ട എന്നാണ് കോൺഗ്രസിന്റെ തീരുമാനം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അയോഗ്യനാക്കാൻ എത്തിക്സ് കമ്മിറ്റിക്കും നിയമസഭയ്ക്കും അധികാരമില്ലെന്ന നിലപാടാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. എന്താണ് പെട്ടെന്നുള്ള ഈ മനംമാറ്റത്തിന് കാരണം എന്നുള്ളതാണ് ഒരു ചോദ്യമായി ഉയരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഇന്റർവ്യൂ പുറത്തു വന്നതിന് പിന്നാലെ ചില മയപ്പെട്ട തീരുമാനങ്ങളിലേക്ക് വി.ഡി. സതീശനും എത്തുന്നു. അതായത് വി.ഡി. സതീശൻ അപകടം മണത്തിട്ടാണോ രാഹുലിനെ ഇപ്പോൾ ഒന്ന് ചേർത്ത് നിർത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത് എന്നുള്ള വിമർശനം വീണ്ടും ശക്തമാകുകയാണ്. ഇതുവരെ എടുത്തിരുന്ന നിലപാടുകളിലെല്ലാം വെള്ളം ചേർത്തുകൊണ്ടാണ് രാഹുൽ വിഷയത്തിൽ വി.ഡി. സതീശൻ പ്രതികരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഭരണപക്ഷത്തു നിന്ന് വലിയ വിമർശനങ്ങളും ആരോപണങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. രാഹുലിനെ ഇനി ഒരു തരത്തിലും തെരഞ്ഞെടുപ്പുകളിൽ അടുപ്പിക്കരുത്, അതിൻ്റെ ഏഴ് അയലത്തേക്ക് അടുപ്പിക്കരുത് എന്നുള്ള കടുപ്പിച്ച തീരുമാനം, അതിനുവേണ്ടിയുള്ള സകലമാന കളിയുമാണ് ഭരണകൂടവും CPM-ഉം പുറത്തെടുക്കുന്നത്. അപ്പോഴാണ് വി.ഡി. സതീശൻ ഒന്ന് മയപ്പെട്ട് ഇപ്പോൾ രാഹുലിന്റെ കാര്യത്തിൽ സംസാരിച്ചിരിക്കുന്നത്. ഇതിൽ സംശയം ബലപ്പെട്ട് ചാരന്മാരെ വിഷയം എന്താണ് എന്ന് കണ്ടെത്താൻ CPM ഇറക്കിയിരിക്കുകയാണ്. വി.ഡി. സതീശന്റെ കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്റർവ്യൂവിൽ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നല്ലോ. എനിക്ക് അദ്ദേഹത്തോട് സംസാരിക്കാൻ കഴിഞ്ഞില്ല, അദ്ദേഹം എന്നോട് കാര്യങ്ങൾ ചോദിച്ചില്ല, എന്നെ പാർട്ടി കേട്ടില്ല എന്നൊക്കെയുള്ള ചില നിലപാടുകൾ, ചില പ്രസ്താവനകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയിരുന്നു. ഇതിനുശേഷം ഒരു വലിയ ചോദ്യം വി.ഡി. സതീശന് നേരെ ശക്തമായി, പ്രത്യേകിച്ച് സൈബർ ഇടങ്ങളിൽ നിന്നൊക്കെ. ഇതുകൂടാതെ പാർട്ടിയിൽ നിന്ന് പോലും യൂത്ത് കോൺഗ്രസ്, KSU-കാരും ചോദ്യങ്ങൾ ശക്തമാക്കി ഉയർത്തി തുടങ്ങിയിട്ടുണ്ട്. എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ മാറ്റി നിർത്തുന്നത് എന്നുള്ള ചോദ്യമാണ് ഏറ്റവും പ്രധാനമായി ഉയർന്നു വരുന്നത്. ഇതുകൂടാതെ ആ ഇന്റർവ്യൂവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു, ഇനി ഞാൻ മൗനം പാലിക്കില്ല, ഞാൻ ഇനി ശക്തമായി തന്നെ പ്രതികരിക്കാനാണ്, സംസാരിക്കാൻ തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ള ഒരു പ്രസ്താവന രാഹുലിൽ നിന്ന് വന്നത് വി.ഡി. സതീശനെ വല്ലാതെ വേവലാതിപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയവും ചില ആരോപണങ്ങളും ട്രോളും ഒക്കെയാണ് നിറയുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇതുവരെ കേരളം അങ്ങ് അറബിക്കടൽ പോലെ ഇരച്ച് കയറി വന്നാലും ഞാൻ എൻ്റെ നിലപാടിൽ നിന്ന്, ബോധ്യത്തിൽ നിന്ന് മാറില്ലെന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ പെട്ടെന്ന് എന്താണ് പ്ലേറ്റ് മാറ്റിയത് എന്നാണ് വലിയ ഒരു സംശയമായി ഇപ്പോൾ നിഴലിച്ച് നിൽക്കുന്നത്. എന്തായാലും ഞാനെല്ലാം തുറന്നു പറയാൻ പോകുകയാണ്, എനിക്കിനി ആരെയും ഭയക്കേണ്ടതില്ല എന്നുള്ള രാഹുലിന്റെ രണ്ടും കെട്ടുള്ള സംസാരമാണ് വി.ഡി. സതീശനെ വിറങ്ങലിപ്പിച്ചത് എന്നാണ് പരിഹാസങ്ങൾ വരുന്നത്. അല്ലെങ്കിൽ പിന്നെ വി.ഡി. സതീശൻ ഇങ്ങനെ മലക്കം മറിയില്ല. അപ്പോൾ വി.ഡി. സതീശനും ഭയക്കുന്ന ചിലതൊക്കെ രാഹുലിന്റെ നാവിൻ തുമ്പിലുണ്ട് എന്ന് വ്യക്തമാകുകയാണ്. ഇനിയിപ്പോൾ രാഹുലിനെ പാർട്ടി മാറ്റി നിർത്തുന്നത്, രാഹുലിനെ പുറത്താക്കിയ നടപടിയൊക്കെ സ്വീകരിച്ചത് ഇവരെല്ലാവരും ചേർന്നുള്ള ചില നാടകം കളിയാണോ എന്നുള്ള ഒരു ചോദ്യവും CPM ഉയർത്തിവിടുകയാണ്. അതായത് തൽക്കാലത്തേക്ക് നീ ഒന്ന് മാറി നിൽക്കണം, ഞങ്ങളെല്ലാവരും നിന്നെ ഒന്ന് തള്ളിപ്പറയാൻ പോകുകയാണ്, പക്ഷേ പിന്നീട് നിന്നെ ഞങ്ങൾ നൈസായിട്ട് തിരിച്ചെടുത്തുകൊള്ളാമെന്ന് വി.ഡി. സതീശൻ തന്നെ രാഹുലിന് ഉറപ്പ് കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണോ ഇപ്പോൾ ഇങ്ങനെ ഒരു നീക്കം എന്ന് CPM അങ്ങ് വല്ലാതെ വേവലാതിപ്പെടുകയാണ്. CPM-നെ വല്ലാതെ വലയ്ക്കുന്ന ഒരു കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് സ്വതന്ത്രനായി മത്സരിക്കും എന്നുള്ള ഒരു പ്രഖ്യാപനം പോലീസുകാർ പിടിച്ചുകൊണ്ടു പോകുമ്പോൾ നടത്തിയിരുന്നു. ഞാൻ പുറത്തേക്കിറങ്ങും,
ഞാൻ പാലക്കാട്ടേക്ക് പോകും, ഞാൻ അവിടെ സ്വതന്ത്രനായി മത്സരിക്കും, ജനം എൻ്റെ ഒപ്പം നിൽക്കും എന്നുള്ള ഒരു പ്രഖ്യാപനം രാഹുൽ നടത്തിയിരുന്നല്ലോ. അതിനുശേഷമായിരുന്നു രാഹുലിനെ എങ്ങനെയും അങ്ങ് തീർക്കണം, എങ്ങനെയും അങ്ങ് പൂട്ടണം എന്നുള്ള നീക്കത്തിലേക്ക് ഭരണകൂടവും CPM-ഉം രണ്ടും കെട്ടിറങ്ങിയത്. മൂന്നാം പരാതിയിൽ കൃത്യമായ ഗൂഢാലോചനകൾ ഉണ്ട് എന്ന് രാഹുൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പല ആവർത്തി പറഞ്ഞിരുന്നു. എന്നാൽ ഇത് ഭരണകൂട വേട്ടയാടലാണ് എന്ന് രാഹുൽ പറയുമ്പോഴും എൻ്റെ പാർട്ടിയിൽ നിന്നല്ല, പാർട്ടിക്ക് പുറത്തു നിന്നാണ് എനിക്കെതിരെ ഗൂഢാലോചനകൾ നടന്നത് എന്ന് പറയുകയും ചെയ്തിരുന്നു. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണയ്ക്കുന്ന വലിയൊരു വിഭാഗം ആൾക്കാർ, പ്രത്യേകിച്ച് രാഹുലിൻ്റെ സൈബർ ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ VD സതീശന് നേരെയായിരുന്നു വലിയ മുറവിളി ഉയർന്നത്. VD സതീശനാണ് രാഹുലിനെ ഇല്ലാതാക്കാൻ കളിച്ചത്, റിനിയെ കൊണ്ടുവന്നത് തുടങ്ങിയ വലിയ വിമർശനങ്ങൾ രാഹുലിൻ്റെ സൈബർ ഗ്രൂപ്പ് ഉയർത്തി. ഇതുകൂടാതെ യൂത്ത് കോൺഗ്രസിൽ നിന്നും KSUവിൽ നിന്നുമൊക്കെ രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് VD സതീശനെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റുകളും പ്രഖ്യാപനങ്ങളും പ്രസ്താവനകളും ഒക്കെ പുറത്തു വന്നത് നമ്മൾ കണ്ടതായിരുന്നല്ലോ. ഇന്നിപ്പോൾ രാഹുൽ വീണ്ടും ശക്തനായി തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ള ഒരു പ്രതീതിയാണ് രാഹുലിനെ പിന്തുണയ്ക്കുന്നവർക്ക് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഹുലിനെ എങ്ങനെയും പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. ഇവിടെ VD സതീശൻ ഭയക്കാൻ പോകുന്ന മറ്റൊരു കാര്യവും കൂടിയുണ്ട്. അതായത് പറവൂരിൽ നിന്ന് മത്സരിച്ച് ജയിക്കണം. ഇവിടെ ശിവൻകുട്ടി VD സതീശനെ വെല്ലുവിളിച്ചതൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. ധൈര്യമുണ്ടെങ്കിൽ, നട്ടലുണ്ടെങ്കിൽ നേമത്ത് വന്നു നിന്ന് മത്സരിച്ച് ജയിച്ചു കാണിക്കൂ എന്നൊക്കെ. ആ വെല്ലുവിളി പോലും VD സതീശൻ ഏറ്റെടുത്തില്ല. അതിന് കാരണമുണ്ട്. അങ്ങനെ ഇവിടെ നേമത്ത് വന്ന് നിന്ന് മത്സരിച്ച് ജയിക്കില്ല VD സതീശൻ എന്ന് VD സതീശന് പോലും കൃത്യമായിട്ട് അറിയാം. കാരണം സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ പട പുറപ്പെട്ടിട്ടുണ്ട് VD സതീശനെതിരെ. പറവൂരിലിട്ട് VD സതീശനെ തീർക്കണമെന്നുള്ളത് CPM-ന്റെ ആഗ്രഹമാണ്. എന്നാൽ അതിനേക്കാൾ വലിയ ആഗ്രഹവും ആവശ്യവും കോൺഗ്രസിലെ പലർക്കുമാണ്. പ്രത്യേകിച്ച് രാഹുലിനെ പിന്തുണയ്ക്കുന്നവർക്ക് സതീശൻ എങ്ങനെയും തോറ്റു കാണണമെന്ന ആഗ്രഹമാണ് അവരുടെ ഉള്ളിലുള്ളത്. അതുകൊണ്ടാണ് ശിവൻകുട്ടി വെല്ലുവിളിച്ചപ്പോൾ പോലും അദ്ദേഹം വലിയ മാന്യനാണ്, അദ്ദേഹം സംസ്കാര സമ്പന്നനാണ്, അദ്ദേഹത്തിന്റെ വെല്ലുവിളി ഏറ്റെടുക്കാനുള്ള ശേഷിയൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് VD സതീശൻ ഒഴിഞ്ഞു മാറിയത്. 25 കൊല്ലമായിട്ട് പറവൂരിൽ നിന്നാണ് ഞാൻ മത്സരിച്ച് MLA ആയത്. എന്നോട് നേമത്ത് വന്ന് നിന്ന് മത്സരിച്ച് കാണിക്കൂ എന്നൊക്കെ വെല്ലുവിളി നടത്തിയിട്ട് എന്ത് കാര്യമാണ്? ആ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് നൈസാ സ്കൂട്ടാകുകയായിരുന്നു സതീശന് ജയിക്കണമെങ്കിൽ പറവൂർ മണ്ഡലം തന്നെ കിട്ടണം. എന്നാൽ ആ പറവൂരിലിട്ട് സതീശനെ അങ്ങ് തീർക്കാൻ പാളയത്തിൽ പടം മുറുകി നിൽക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിലൊക്കെയാണ് രാഹുലിനെ ചെറുതായിട്ടൊന്ന് ചേർത്ത് നിർത്തുന്ന ഒരു സമീപനം VD സതീശൻ പുറത്തെടുത്തിരിക്കുന്നത്. ഇത് രാഹുൽ അനുകൂലികളെ വീണ്ടും തൻ്റെ ഭാഗത്തേക്ക് അടുപ്പിക്കുന്നതിനുള്ള VD സതീശൻ്റെ ഒരു നീക്കമാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് രാഹുലിനെ MLA സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കുന്നതിനെ എതിർത്തുകൊണ്ട് VD സതീശൻ ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത്. രാഹുലിനെതിരായ നിയമസഭയുടെ നീക്കം ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ എതിർക്കാനാണ് UDF തീരുമാനം. കുറ്റാരോപിതരെ അയോഗ്യരാക്കുന്ന കീഴ്വഴക്കമില്ല എന്ന UDF പാർലമെന്ററി പാർട്ടിയിലെ വിലയിരുത്തലിലാണ് തീരുമാനം. എത്തിക്സ് കമ്മിറ്റി അധികാരപരിധി കടന്ന് പ്രവർത്തിക്കാൻ പാടില്ലെന്നും വിലയിരുത്തൽ. റോജി M. ജോണും UA ലത്തീഫുമാണ് എത്തിക്സ് കമ്മിറ്റിയിൽ ഈ നിലപാടിനെ എതിർക്കുക. കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നതിന് മുന്നേ തന്നെ അയോഗ്യരാക്കുന്നത് തെറ്റായ കീഴ്വഴക്കമാണെന്നാണ് നിഗമനം. എന്നാൽ രാഹുലിനെ പുറത്താക്കിയ നടപടിയിൽ മാറ്റമില്ല. കോൺഗ്രസ് നിലപാടിനോട് ഘടകകക്ഷികൾക്കും യോജിപ്പെന്നാണ് വിവരം പുറത്തു വന്നിരിക്കുന്നത്. എത്തിക്സ് കമ്മിറ്റി അധികാരപരിധി കടന്ന് പ്രവർത്തിക്കാൻ പാടില്ല എന്നും വിലയിരുത്തൽ വരുന്നു. അതായത് ഇപ്പോൾ രാഹുലിനെ ഇനി മാറ്റി നിർത്തേണ്ടതില്ല, രാഹുലിനെ അയോഗ്യനാക്കേണ്ടതില്ല എന്നുള്ള നിലപാടിലേക്ക് കോൺഗ്രസ് എത്തുമ്പോൾ വരും കാലത്ത് ഉറപ്പായും രാഹുലിനെ തിരിച്ചെടുക്കുന്ന ഒരു നടപടിയിലേക്കും കോൺഗ്രസ് എത്തിയേക്കും. ആ ഒരു പ്രതീക്ഷയിലാണ് രാഹുലിനെ പിന്തുണയ്ക്കുന്നവർ എല്ലാവരും ഇപ്പോഴുള്ളത്. കോൺഗ്രസ് രാഹുലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും രണ്ടാമത്തെ പീഡന പരാതിയിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരുന്നു. മൂന്നാമത്തെ പരാതിയിലാണ് സർക്കാർ കേസെടുത്തത്. അതിലൊന്നും തങ്ങൾക്കൊരു എതിർപ്പുമില്ല എന്നും നിയമത്തിന്റെ വഴിയിൽ തന്നെ നേരിടട്ടെ എന്നതായിരുന്നു കോൺഗ്രസിന്റെ വാദം. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ആവശ്യവുമായി പാലക്കാട്ടെ യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ 7 സീറ്റുകൾ വേണമെന്നാണ് KPCCയോട് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നെന്മാറ സീറ്റ് CMPയിൽ നിന്നും കോൺഗ്രസ് ഏറ്റെടുക്കണമെന്നും ആവശ്യമുണ്ട്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹികളായ 6 പേർ ചേർന്നാണ് KPCC പ്രസിഡന്റിന് കത്തയച്ചിരിക്കുന്നത്. അതായത് പാലക്കാട് നിന്ന് ഇപ്പോൾ ഈ രീതിയിലുള്ള ഒരു ആവശ്യം മുന്നോട്ട് വരുമ്പോൾ ഇവിടെ രാഹുലിനെ വെറുപ്പിക്കുന്നതും അത്ര നല്ലതിനല്ല എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് VD സതീശൻ മയപ്പെട്ടിരിക്കുന്നത് എന്നാണ് ചർച്ചകൾ വരുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.